പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ പേരിൽ യുവാവിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ സ്റ്റേഷനിലെത്തിയ ഗർഭിണിയായ യുവതിയുടെ മുഖത്തടിച്ച് സിഐ. കൈക്കുഞ്ഞുമായി എത്തിയ യുവതിയെ പിടിച്ചു തള്ളുന്നതും അതിക്രൂരമായി പെരുമാറുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 2024 നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് ലഭിച്ചത്. ഇത് പോലീസ് തന്നെയോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന വിധമാണ് SHO പ്രതാപചന്ദ്രന്റെ പെരുമാറ്റം. ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ ഇവിടെ ഗർഭിണിയായ യുവതിയോടുള്ള CIയുടെ പെരുമാറ്റത്തിന്റെ ദൃശ്യങ്ങൾ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ജൂൺ 20-നാണ് സംഭവമുണ്ടായത്. എറണാകുളം നോർത്തിൽ ടൂറിസ്റ്റ് ഹോം നടത്തുന്ന ബെഞ്ചോ, ഭാര്യ ഷൈമോൾ എന്നിവർക്ക് നേരെയായിരുന്നു അതിക്രമം. മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പൊതുയിടത്ത് വെച്ച് 2 പേരെ മർദ്ദിക്കുന്നത് ബെഞ്ചോ ഫോണിൽ പകർത്തിയിരുന്നു. തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. സംഭവം അറിഞ്ഞ് അന്വേഷിച്ച് സ്റ്റേഷനിലെത്തിയ ഷൈമോളെയാണ് SHO പ്രതാപചന്ദ്രൻ മർദ്ദിച്ചത്. യുവതിയുടെ നെഞ്ചിൽ പിടിച്ച് തള്ളുന്നതും മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. യുവതിയെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തവർക്ക് നേരെയും പ്രതാപചന്ദ്രൻ കയ്യേറ്റം നടത്തുന്നുണ്ട്. കൂടുതൽ അക്രമത്തിന് മുതിർന്ന SHOയെ മറ്റുദ്യോഗസ്ഥർ പിടിച്ചു നിർത്തുകയായിരുന്നു. ഒരു വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചതെന്ന് പരാതിക്കാരിയായ ഷൈമ പറയുന്നു. ഗർഭിണിയായിരുന്ന തന്നെ പോലീസ് കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും സംഭവം മൂടിവെക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഷൈമോൾ ആരോപിച്ചു. ഹസ്ബൻഡിന്റെ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു വീഡിയോ, 2 പോലീസുകാര് 2 ജീവനക്കാര് ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരാ, അവരെ മർദ്ദിക്കുന്നതിന്റെ ഒരു വീഡിയോ പകർത്തിയായിരുന്നു. അപ്പം അതേ ചൊല്ലിയിട്ടാണ് 2 ദിവസം കഴിഞ്ഞ് അവർ സ്റ്റേഷനിൽ നിന്ന്, നോർത്ത് സ്റ്റേഷനിൽ നിന്ന് 2 പോലീസുകാർ വന്നിട്ട് ഹസ്ബൻഡിനെ പിടിച്ചുകൊണ്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അപ്പം എനിക്ക് ട്വിൻസാണ്, 2 ഇരട്ടക്കുട്ടികളാണ്. അവരെ വെളിയിൽ വെച്ച് ഞാൻ പിന്നാലെ പോയി. അവിടെ ചെന്നപ്പോൾ മർദ്ദിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഞാൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഹസ്ബൻഡിനെ ഉപദ്രവിക്കരുത്, എനിക്ക് മക്കൾക്ക് പോയി വേറെ ആരുമില്ല, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നെഞ്ചത്ത് പിടിച്ച ഒറ്റ തള്ളു തള്ളി, അത് ദൃശ്യത്തിൽ വ്യക്തമായിട്ട് കാണാം. എന്നെ ഒറ്റ തള്ളു തള്ളിയിട്ട് ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ എൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് വയ്യാണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിൽ പോയി ഞാനിത് കേസാക്കുന്നു ഭയന്നിട്ടായിരിക്കണം എനിക്കെതിരെ പെട്ടെന്ന് കള്ളക്കേസുകൾ ഇട്ടത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ഇവർക്ക് ലഭിച്ചത്. എനിക്ക് പറ്റിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ മെഡിക്കലിൽ പോണ സമയത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്തോടെ ഈ മെഡിക്കൽ ഓഫീസർ അത് റിപ്പോർട്ട് എടുത്തില്ല അയാൾ. എല്ലാവർക്കും നമ്മൾ പരാതികൾ കൈമാറിയിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പരാതികളും നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലേക്ക് എത്തി അത് പെട്ടെന്ന് അവർക്കും ഇതിൻ്റെ ആവശ്യങ്ങളുണ്ടായിരിക്കാം. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നിഷ്ക്രിയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുട്ടേജിനെ അവർ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ബോധ്യം ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു നേച്ചർ നമ്മൾ കണ്ടിട്ടുള്ളത്, പുള്ളി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ വീഡിയോ എടുത്ത് ഔട്ടാക്കണ ഒരു ക്യാരക്ടറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം ഞാൻ കാര്യം പറയാം, ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കേസുകളും തപ്പി കഴിഞ്ഞാൽ അതായിരിക്കും അവസ്ഥ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഭാഗം മാത്രം എടുത്തിട്ട് പുള്ളി അത് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ പറയുന്നത്. സംഭവം നടന്ന സമയത്ത് പോലീസ് ഇക്കാര്യങ്ങളെല്ലാം നിഷേധിച്ചിരുന്നു. CIയെ പരാതിക്കാരി മർദ്ദിച്ചു എന്നതടക്കം പോലീസ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവർ ഇത്രയും അതിക്രമം കാണിച്ച് തള്ളി തുറന്ന് നമ്മളെ തള്ളി അറിയില്ല. എന്നെ തള്ളുന്ന ദൃശ്യം അതിനകത്തുണ്ട്, എന്നെ തള്ളി അറിയുന്നതുകൊണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷൻ അത് ഞങ്ങൾക്ക് അറിയാം. ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെ വനിതാ പോലീസ് പിടിച്ച് നിൽക്കുന്നില്ല. എന്റെ വനിതാ പോലീസ് ഒരു യൂട്രസ് സമൂഹ ലേഡിയാണ്. അവർ നല്ല അവശനായി പോയി. ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ തള്ളി എറിയാണ്. ആ സമയത്ത് നമ്മൾ അവരെ രക്ഷിക്കാന്നല്ല, ഒരു പ്രിവെന്റ് ചെയ്യാന്നുള്ളത് ചെയ്യേണ്ടത്. അവരുടെ നമുക്ക് എന്ത് ദേഷ്യമുള്ളത്, എന്ത് വിരോധമുള്ളത്? ഒരു വിരോധമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ ദേഷ്യം ഒന്നും ഉള്ളതല്ലോ. അവർ ഇത്രയും അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അവരെ തള്ളി തുറന്നല്ലേ, അവരല്ലേ തള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് പരാതിക്കാരിയും ഭർത്താവും ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അവർ കോടതിയെ സമീപിച്ചത്. പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനെതിരെ മുൻപും പലതവണ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. CI പ്രതാപചന്ദ്രൻ നിലവിൽ അരൂർ സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി.
News 18, കൊച്ചി.